ഹായ് എവരി വൺ. 8ാം ക്ലാസ്സിലെ ICT പാഠപുസ്തകത്തിലെ 8ാമത്തെ ചാപ്റ്റർ ഫൺ വിത്ത് ലേണിംഗ് സയൻസ്, അതിലെ 1ാമത്തെ സോഫ്റ്റ്വെയർ സൺക്ലോക്ക്. സൺക്ലോക്ക് എന്നത് ഒരു ഡിജിറ്റൽ മാപ്പ് സോഫ്റ്റ്വെയർ ആണ്. ഇത് പല രാജ്യങ്ങളിലെയും ഡേ ആൻഡ് നൈറ്റ് ഡിഫറൻസിയേഷൻ കണ്ടെത്താനും അവിടെയുള്ള ടൈം ഡിഫറൻസുകൾ കണ്ടുപിടിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് കൊടുത്തിട്ടുള്ള ഫസ്റ്റ് ആക്ടിവിറ്റി 2 സിറ്റി, അതായത് കൊൽക്കത്ത, ഓക്ലാൻഡ് എന്നിങ്ങനെയുള്ള 2 സിറ്റിയിലെ ടൈം ഡിഫറൻസ് കണ്ടുപിടിക്കാനാണ്. ഫസ്റ്റ് നമുക്ക് സൺക്ലോക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ഷോ ആപ്ലിക്കേഷൻസിൽ ക്ലിക്ക് ചെയ്ത് സൺക്ലോക്ക് നമുക്ക് സെർച്ച് ചെയ്യാം. ഇതാണ് സൺക്ലോക്ക് സോഫ്റ്റ്വെയർ. ഇതിൽ മാക്സിമൈസ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് ഇതിനെ നമുക്ക് മാക്സിമൈസ് ചെയ്യുന്നതോടൊപ്പം ജസ്റ്റ് എവിടെയെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്കതിൻ്റെ ടൂൾ ബോക്സ് അല്ലെങ്കിൽ മെനു ബാർ നമുക്ക് കിട്ടുന്നതാണ്. ഇതാണ് സൺക്ലോക്കിലെ ടൂൾസ്. ഏതൊരു ആക്ടിവിറ്റി ചെയ്യുന്നതിനും ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് വേൾഡ് ടൈം സോൺ മാപ്പ് ഡിസ്പ്ലേ ചെയ്യിക്കുക എന്നുള്ളതാണ്. അതിനുള്ള ടൂളാണ് ക്ലോക്ക് ആൻഡ് മാപ്പ് വിൻഡോ ടൂൾ. ഈ എക്സ്ക്ലമേഷൻ മാർക്ക് ഉള്ള ഈ ടൂളിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ടൈം സോൺ മാപ്പ് നമുക്ക് ഡിസ്പ്ലേ ആവുന്നതാണ്. ഇനി ഈ ടൈം സോൺ മാപ്പ് ഡിസ്പ്ലേ ചെയ്ത് നമുക്ക് ഇതിലെ മെറിഡിയൻ ടൂൾസ്, അതായത് ലോഞ്ചിറ്റ്യൂഡിനൽ ലൈൻസ്, നമുക്കറിയാം ഇങ്ങനെ വെർട്ടിക്കൽ ആയിട്ട് വരുന്ന ലൈൻസ് ആണ് ലോഞ്ചിറ്റ്യൂഡിനൽ ലൈൻസ്. ആ ലോഞ്ചിറ്റ്യൂഡിനൽ ലൈൻസ് ഡിസ്പ്ലേ ചെയ്യിക്കാനുള്ള ടൂളാണ് ഇറേസ് ഓർ ഡ്രോ മെറിഡിയൻസ് എന്നുള്ള ഈ ടൂള്, എം ടൂളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാവുന്നതാണ് ലോഞ്ചിറ്റ്യൂഡിനൽ ലൈൻസ് ഡിസ്പ്ലേ ആയിട്ടുണ്ട്. അതേ ടൂളിൽ ഒരു തവണ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ വാല്യൂസ് 0 ഡിഗ്രി, 10 ഡിഗ്രി, 20, 30, 40 അതേ രൂപത്തിൽ ഈ ഭാഗത്തേക്ക് -10, -20, -30, -40 ഡിഗ്രി ഈ രൂപത്തിൽ നമുക്ക് ഡിസ്പ്ലേ ആയിട്ട് കാണിക്കുന്നതാണ്. ഇതിൽ ഈ 0 ഡിഗ്രി ലൈനിനെയാണ് നമ്മൾ ഗ്രീനിഷ് ലൈന് എന്ന് വിളിക്കുന്നത്. ഇനി നമ്മുടെ സ്റ്റാൻഡേർഡ് ടൈമിനെ ലീഗൽ ടൈമായിട്ട് മാറ്റേണ്ടതുണ്ട്. ലീഗൽ ടൈമായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ടൂളാണ് എൽ ടൂള്. ഈ എൽ ടൂള് ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ ലീഗൽ ടൈം ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. ഇതിൽ ഈ സൺക്ലോക്ക് സോഫ്റ്റ്വെയർ പ്രവർത്തിക്കുന്നതിന് മുൻപ് നമ്മുടെ സിസ്റ്റത്തിലെ ടൈം കറക്റ്റ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ടൈം കറക്റ്റ് അല്ല എങ്കിൽ നമുക്കിവിടെ ഈ മുകളിൽ ക്ലിക്ക് ചെയ്താൽ സെറ്റിങ്സിൽ ഇവിടെ ഏറ്റവും താഴെ ഡേറ്റ് ആൻഡ് ടൈം എന്ന് കാണാം. ഈ ഓട്ടോമാറ്റിക് ഡേറ്റ് ആൻഡ് ടൈം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡേറ്റ് ആൻഡ് ടൈം ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അത് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ സൺക്ലോക്കിലെ ആക്ടിവിറ്റീസ് ചെയ്യേണ്ടത്. ഇനി ടേബിൾ 8.1 കൊടുത്തതുപോലെ നമ്മുടെ സിറ്റി, ഇന്ത്യയിൽ കൊടുത്തിട്ടുള്ള മെയിൻ സിറ്റീസ് ഒന്ന് ഇതാണ് ന്യൂഡൽഹി. ഇവിടെ ഈ താഴെ ബാറിൽ കാണിക്കുന്നതാണ് ന്യൂഡൽഹി. മറ്റൊന്ന് ഈ ഒരു ഡോട്ട്, അതായത് ബോംബെ. ദെൻ ഇവിടെ കാണിക്കുന്ന ഡോട്ട് ഇത് കൊൽക്കത്ത. ഇങ്ങനെയുള്ള കൊൽക്കത്തയിലുള്ള ഡേറ്റ് ആൻഡ് ടൈം ഫസ്റ്റ് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഈ ടൂളിൽ ക്ലിക്ക് ചെയ്യുകയും ഇവിടെ കാണിക്കുന്ന ടൈം ഇവിടെ ഡിസ്പ്ലേ ചെയ്ത 15.22 എന്നുള്ള ഈ ടൈം നമ്മൾ അതിൽ എഴുതേണ്ടതാണ്. അതിന് ശേഷം ഇവിടെയാണ് നമ്മുടെ ഓക്ലാൻഡ് കിടക്കുന്നത്. ഈ അറ്റത്ത് ഇവിടെ ഈ ഒരു യെല്ലോ ഡോട്ട് കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഡിസ്പ്ലേ ആവും ഓക്ലാൻഡ്. ഈ ഓക്ലാൻഡിലെ ടൈമും നമ്മൾ അവിടെ എഴുതി ചേർക്കേണ്ടതാണ്. അതിനുശേഷം അതിലെ ലാസ്റ്റ് കോളത്തിൽ ആ ടൈം ഡിഫറൻസ്, അതായത് കൊൽക്കത്തയിലെയും ഓക്ലാൻഡിലും എത്ര ഡിഫറൻസ് ആണ് കാണിക്കുന്നത് ടൈം വരുന്നത്, അത് നമ്മൾ മാനുവലി ഡിഫറൻസ് ചെയ്ത് നോക്കിയിട്ട് ആ വാല്യൂ അവിടെ എഴുതേണ്ടതാണ്. അതാണ് ഫസ്റ്റിലെ ആക്ടിവിറ്റി വരുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഫിഗർ 8.3 ഒരുപാട് സിറ്റീസ് പറഞ്ഞിട്ടുണ്ട്. ആ സിറ്റീസ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അവയെ ക്ലിക്ക് ചെയ്യുകയും അത് കണ്ടുപിടിച്ച് ഫസ്റ്റ് ആങ്കറേജ് എന്നുള്ള സിറ്റി ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അതിൽ വരുന്ന ഡേറ്റും ടൈമും അവിടെ കാണിക്കുന്ന ടൈം ഏതാ എന്നുള്ളത് അത് എഴുതി ചേർക്കുക. അതേപോലെ ന്യൂയോർക്ക്, മെക്സിക്കോ ഇങ്ങനെയുള്ള എല്ലാ സിറ്റിയുടെയും
വരുന്ന ടൈം നമ്മൾ എഴുതുക എന്നുള്ളതല്ല. മെക്സിക്കോ സിറ്റി വന്നിട്ടുണ്ട്. ഈ രൂപത്തിൽ ഇവിടെയുള്ള എല്ലാതിൻ്റെയും നമ്മൾ ടൈം എഴുതി ചേർക്കുക. അങ്ങനെ എഴുതുമ്പോൾ ടൈം എഴുതുമ്പോൾ ഈ ഗ്രീനിഷ് ടൈമും നമ്മൾ കൊടുത്തിട്ടുള്ള ടൈമും തമ്മിലുള്ള ആ ഒരു എത്ര വരുന്നുണ്ട്, എത്ര ഡിഫറൻസ് ഉണ്ട് എന്നുള്ളത് കൂടെ ആ കോളത്തിൽ എഴുതി ചേർക്കുക. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഗ്രീനിഷ് ലൈനിൽ നിന്നും റൈറ്റിലോട്ട് പോകും തോറും, ഈ ഭാഗത്തേക്ക് വരും തോറും ടൈം കൂടി വരികയും ഗ്രീനിഷ് ലൈനിൽ നിന്നും ലെഫ്റ്റിലോട്ട് പോകും തോറും ടൈം കുറഞ്ഞു വരികയും ചെയ്യുന്നതായിട്ട് നമുക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റുന്നതാണ്. അതാണ് സൺ ക്ലോക്കിലെ ഒരു ആക്ടിവിറ്റി. ഓക്കെ, താങ്ക് യു. അതുപോലെ തന്നെ ടേബിൾ 8.3 ടെക്സ്റ്റ് ബുക്കിലെ ടേബിൾ 8.3 എങ്ങനെയാണ് ഫിൽ ചെയ്യുന്നത്, അതായത് ടൈം ഫ്രം സൺറൈസ് ടു സൺസെറ്റ് എന്നുള്ള ഒരു ആക്ടിവിറ്റി നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മോട് പറഞ്ഞിട്ടുള്ളത് സൺ ക്ലോക്ക് ഓപ്പൺ ചെയ്യുക. നമ്മുടെ ടൂൾ ബോക്സ് അവൈലബിൾ അല്ല എങ്കിൽ ഈ താഴെ ഭാഗത്ത് നമുക്കിവിടെ ടൂൾ ബോക്സ് ലഭിക്കുന്നതാണ്. അതിൽ ഫസ്റ്റ് ഡേ ആൻഡ് നൈറ്റ് ഡിഫറൻസിയേഷൻ, ഇവിടെ എൻ കണ്ടോ, ഇത് നമ്മളിങ്ങനെ ക്ലിക്ക് ചെയ്യുന്നതിനനുസരിച്ച് ഇത് പ്ലെയിൻ ആയി എൻ ടൂള് ക്ലിക്ക് ചെയ്താൽ ഡേ ആൻഡ് നൈറ്റ് ഡിഫറൻസിയേഷൻ ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഭാഗത്ത് നൈറ്റ് ആണ്, ഈ ഭാഗത്ത് ഡേ ആണ്, അത് ഡിസ്പ്ലേ ചെയ്യിക്കുന്നു. ആൻഡ് വൈ ടൂള് നമുക്ക് സണ്ണിനെ ഡിസ്പ്ലേ ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള ടൂളാണ്. ഇതാ വൈ ടൂള് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ സണ്ണിനെ കാണാവുന്നതാണ്. ദെൻ ലീഗൽ ടൈം, സ്റ്റാൻഡേർഡ് ടൈം ഡിസ്പ്ലേ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് എൽ ടൂളിൽ ക്ലിക്ക് ചെയ്യണം. പിന്നെ നമുക്ക് ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ളത് പോലെ ഡേറ്റും ടൈമും അഡ്ജസ്റ്റ് ചെയ്യണം. അതിൽ ഫസ്റ്റ് ഡേറ്റ് December 22 എന്നാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇവിടെ നമുക്കുള്ള ഡേറ്റ് December 4 ആണ്. അതുകൊണ്ട് അതിനെ മാറ്റിയിട്ട് നമുക്ക് December 22 എന്ന് സെറ്റ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടൂളാണ് അഡ്ജസ്റ്റ് പ്രോഗ്രസ് വാല്യൂ ടൂൾ. ഓക്കെ, ഈ ജി എന്നുള്ള ടൂൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഡേറ്റ് ആൻഡ് ടൈം അഡ്ജസ്റ്റ് ചെയ്യുക. അതോ അതിന് കൂടെ തന്നെ നമുക്ക് മുന്നിലേക്ക് പോവാൻ, ഫോർവേഡ് പോവാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എ ടൂള്. ബാക്കിലേക്ക് പോവാൻ യൂസ് ചെയ്യുന്നതാണ് ബി ടൂള്, ബാക്ക്വേർഡ് ടൂള്. അതെങ്ങനെ സെറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഈ ജി ടൂള് പ്രോഗ്രസ് വാല്യൂ ടൂള് ഇവിടെ 1 മിനിറ്റ് എന്ന് കാണിക്കുന്നത് കാണാം. വീണ്ടും ക്ലിക്ക് ചെയ്യുമ്പോൾ അത് 1 അവർ ആകുന്നു. വീണ്ടും ക്ലിക്ക് ചെയ്യുമ്പോൾ 1 ഡേ ആവുന്നു, 7 ഡേയ്സ് ആവുന്നു, 30 ഡേയ്സ് ആവുന്നു. അതിൽ നമുക്ക് എത്ര ഡേയ്സിലാണ് മുന്നോട്ട് പോവേണ്ടത് അല്ലെങ്കിൽ പിറകോട്ട് പോവേണ്ടത് എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചാണ് നമ്മളിത് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് ഓൾറെഡി ഉള്ള ഡേറ്റ് December 4 ആണ്. അതുകൊണ്ട് നമുക്ക് 1 മന്ത് മുന്നോട്ട് പോകേണ്ട ആവശ്യം ഇല്ല. ഒരു 7 ഡേയ്സ് വെച്ചിട്ട് നമുക്ക് എ ടൂള് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഡേറ്റ് മുന്നേക്ക് പോകുന്നതാണ്. ഇവിടെ ശ്രദ്ധിക്കുക, എ ടൂള് കൊടുക്കുമ്പോൾ ഇവിടെ ഡേറ്റിൽ വരുന്ന മാറ്റം നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. എ ടൂളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ December 11 ആയി, ഇപ്പോൾ December 18 എന്നായി. ഇനി നമുക്ക് 7 ഡേയ്സ് മുന്നോട്ട് പോവേണ്ടതില്ല, 22 ആണ് ആക്കേണ്ടത്. അതുകൊണ്ട് വീണ്ടും നമ്മൾ ഈ ജി ടൂളിൽ ക്ലിക്ക് ചെയ്യുന്നു. പ്രോഗ്രസ് വാല്യൂ 30 ഡേയ്സ്, 1 മിനിറ്റ്, 1 അവർ, 1 ഡേ എന്നാക്കിയിട്ട് വീണ്ടും നമ്മൾ എ ടൂളിൽ ക്ലിക്ക് ചെയ്ത് മുന്നിലേക്ക് പോകുന്നു. December 19th ആയി, 20th ആയി, 21st ഇവിടെയാണ് നമ്മൾ നോക്കുന്നത്. ഈ ഒരു ഭാഗത്ത് കാണിക്കുന്നതാണ്. ആൻഡ് 22nd, അങ്ങനെ December 22 എന്നൊരു ഡേറ്റ് നമ്മളിവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി സൺറൈസും സൺസെറ്റും സമയം എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് എന്ന് നോക്കാം. ഇതിൽ നമ്മോട് പറഞ്ഞിട്ടുള്ളത് ബോംബെയിലുള്ള സൺസെറ്റ് സൺറൈസ് ആണ് കാണിക്കേണ്ടത്. അതിനുവേണ്ടി ബോംബെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഇനി നമുക്ക് ഇത് ഒരു ആനിമേഷൻ പ്രവർത്തിപ്പിക്കേണ്ടതുണ്ട്. അതിനു മുൻപ് ആദ്യം നമ്മൾ ഈ പ്രോഗ്രസ് വാല്യൂ 1 മിനിറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ജി ടൂളിൽ ഇപ്പോൾ 1 ഡേ ആണ് കിടക്കുന്നത്, അത് മാറ്റിയിട്ട് 1 മിനിറ്റ് എന്നാക്കി കൊടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ ആനിമേഷൻ വളരെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യും. നമ്മൾ ചെയ്യാൻ പോകുന്നത് ആനിമേഷൻ ചെയ്യുന്നു, എന്നിട്ട് നമ്മുടെ ഈ ഒരു ഡോട്ടിൽ എത്തുമ്പോൾ ആനിമേഷൻ സ്റ്റോപ്പ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഡാർക്ക് ഭാഗം സ്റ്റാർട്ട് ചെയ്യുന്നിടത്താണ് സൺറൈസിന്റെ സമയം തുടങ്ങുന്നത്. വീണ്ടും മുന്നോട്ട് പോയി ഈ ഡേ ഭാഗം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ പോസ് ചെയ്യുന്നു. ആ സമയമാണ് നമ്മുടെ സൺറൈസിന്റെ സമയം. ഓക്കെ, ഡാർക്ക് തുടങ്ങുമ്പോൾ സൺസെറ്റ് ആവുന്നു, ഡേ തുടങ്ങുമ്പോൾ സൺറൈസ് സമയം അങ്ങനെ കണക്കാക്കുന്നു. അതിനു വേണ്ടിയിട്ട് നമുക്ക് കീബോർഡിൽ യൂസ് ചെയ്യുന്ന കീ ആണ്. നമ്മുടെ സിംഗിൾ കോഡ്സും ഡബിൾ കോഡ്സും വരുന്ന ഒരു കീ ഉണ്ട്. എൻ്റർ കീയുടെ തൊട്ട് ഇപ്പുറം സെക്കൻഡ് കീ, ആ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആനിമേഷൻ മുന്നോട്ട് പോകുന്നത് കാണാം.
ഇങ്ങനെ ആനിമേഷൻ പോകുമ്പോൾ അതേ കീ പ്രസ് ചെയ്യുമ്പോൾ ആനിമേഷൻ സ്റ്റോപ്പ് ആവുന്നു. നമ്മുടെ ഈ ഒരു ഡോട്ടിൽ അത് സ്റ്റോപ്പ് ചെയ്തു. ഇപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ട് ഡാർക്കാണ്, നൈറ്റായി, ഡാർക്ക് മോഡല്ലേ. അപ്പോൾ ഈ ഭാഗത്ത് വരുന്ന ഈ ഒരു ടൈമാണ് നമ്മൾ സൺസെറ്റിന്റെ സമയമാക്കിയിട്ട് കണക്കാക്കുന്നത്. ഓക്കെ ആണോ? സൺസെറ്റിൻ്റെ ഇവിടെ ഉണ്ടാവും സൺസെറ്റിന്റെ സമയം. ഇനി വീണ്ടും നമ്മൾ ആനിമേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. എന്നിട്ട് ഡേ തുടങ്ങുന്ന സമയം, ചിലപ്പോൾ ഡേറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയേക്കാം. ഈ ഒരു ഇതാ ഇപ്പോൾ ഡേ തുടങ്ങുകയാണ്. ആ ഡേ തുടങ്ങുന്ന സമയം നമുക്ക് അപ്പോൾ കാണിക്കുന്ന സമയം സൺറൈസ് സമയമാണ്. അപ്പോൾ നമ്മൾ എഴുതേണ്ടത് സൺറൈസിൻ്റെ ടൈം എത്രയാണോ അത്, ആ ഒരു ടൈം, സൺറൈസും സൺസെറ്റും ടൈം എഴുതുകയും അതിൽ നിന്ന് നമുക്ക് സൺറൈസിൽ നിന്നും സൺസെറ്റിലേക്ക് എത്ര സമയമുണ്ട് എന്നുള്ളത് ഡ്യൂറേഷൻ ഓഫ് ദ ഡേ ആയിട്ട് കണക്കാക്കിയിട്ട് ആ കോളം കൂടെ ഫിൽ ചെയ്യാവുന്നതാണ്. ഈ രൂപത്തിൽ മാർച്ച് 21, ജൂൺ 21, സെപ്റ്റംബർ 23 ഈ ഡേറ്റ് എല്ലാം സെറ്റ് ചെയ്തുകൊണ്ട് ഇതേ പ്രവർത്തനം നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ടതാണ്. മാർച്ച് 21 സെറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടേത് ഇവിടെ ഉള്ളത് ഡിസംബർ 23 ആണ്. അതിന് ജി പ്രോഗ്രസ് വാല്യൂ വെച്ച് നമുക്ക് 1 hour 1 day 7 days 30 days 13 days ആക്കിയിട്ട് മുന്നോട്ട് പോകാൻ. ഡിസംബർ, ഇപ്പോൾ ജാനുവരി, ഫെബ്രുവരി, മാർച്ച് ആയിട്ടുണ്ട്. മാർച്ച് ഇത് 23 ആണ് ഇവിടെ കാണിക്കുന്നത്. നമുക്ക് 21 മതി. അതുകൊണ്ട് നമ്മൾ വീണ്ടും അത് 1 day ആക്കിയിട്ട് സെറ്റ് ചെയ്യുന്നു. ജി ടൂൾ ഉപയോഗിച്ചുകൊണ്ട് 1 day ആക്കി. ഇനി ബാക്കിലേക്ക് പോകണം. ഇവിടെ ഡിസ്പ്ലേ ചെയ്തത് 23 ആണ്, നമുക്കത് 21 ആണ് വേണ്ടത്. അതുകൊണ്ട് ബി ടൂൾ യൂസ് ചെയ്യാം. ബാക്ക്വേർഡ് 22 ആയി, ഇവിടെ കണ്ടോ 21 ആയി. ഇപ്പോൾ 21 മാർച്ച്. ഈ ഒരു രൂപത്തിലാണ് നമ്മൾ ഡേറ്റ് സെറ്റ് ചെയ്യുന്നത്. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ടൂളാണ് ജി ടൂൾ, പ്രോഗ്രസ് വാല്യൂ ടൂൾ എന്നതാണ് അതിൻ്റെ പേര്. ഈ ഒരു ആക്ടിവിറ്റി നമ്മൾ ഈ രൂപത്തിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, താങ്ക് യു.